ചോദിക്കട്ടെ, പ്രസവിക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യൻ മൂത്രമൊഴിച്ചില്ലേ? അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായില്ല, അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലായില്ല. ഒരു ദിവസം മനുഷ്യന്റെ മൂത്രമങ്ങ് ബന്ധായപ്പോൾ, അല്ലെങ്കിൽ മലം ബന്ധായപ്പോൾ അപ്പോഴല്ലേ മനസ്സിലാകുന്നത് 60-70 വർഷമായി ഇത്രയും കാലം മൂത്രമൊഴിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു തന്നപ്പോൾ അതിന്റെ വലിപ്പം മനസ്സിലായില്ല. ഒരു ദിവസം മൂത്രം ബന്ധായപ്പോൾ അത് വലിയ അനുഗ്രഹമാണെന്നത് അപ്പോൾ മനുഷ്യന് ബോധ്യപ്പെടുകയാണ്. ഇതുപോലെ ഓരോ സെക്കൻഡിലും ശ്വാസോച്ഛ്വാസം കഴിക്കുകയല്ലേ മനുഷ്യൻ. ഒരു സെക്കൻഡിൽ ശ്വാസമങ്ങ് നിലച്ചു പോയാൽ, ശ്വാസം മുട്ടിപ്പോയാൽ അപ്പോഴല്ലേ അതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഓരോ സെക്കൻഡുകളിലും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് തീർക്കാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു ജല്ല ജലാലുഹു അവൻ ധാരാളമായി പുറത്തു തരുന്നവനാണ്. അവൻ വല്ലാതെ കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. ഓ മുസ്ലിം സമൂഹമേ, ആ റബ്ബിലേക്ക് നിങ്ങളെ മനസ്സ് തിരിക്കുക. ഈ പാവപ്പെട്ട ഞാനും എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കുക. ഖുർആൻ മനുഷ്യനെ സംസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്, അല്ലാഹുവിനെ സ്നേഹിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ടാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെ സ്നേഹിക്കാനാണ് സഹോദരന്മാരെ? അവൻ തന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ അത് നീട്ടിപ്പറയാൻ സാധ്യമല്ല. സൂറത്തുൽ ഫാത്തിഹ, അതിൽ തന്നെ ആ വിഷയങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ ആരും കൊടുത്തതല്ല, അവന്റെ സ്വന്തമായുള്ള ഗുണങ്ങളാണ്. നമുക്ക് മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നുണ്ട്, ഗുരുനാഥന്മാര് ഗുണം ചെയ്യുന്നുണ്ട്, അതുപോലെ രാജാക്കന്മാര് ഗുണം ചെയ്യുന്നുണ്ട്, അതുപോലെ പലരും ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷെ ഏത് ഗുണങ്ങൾ നോക്കിയാലും സൃഷ്ടിയുടെ ഗുണങ്ങളെല്ലാം സൃഷ്ടാവ് നൽകുന്ന ഗുണങ്ങളാണ്. സർവ അനുഗ്രഹത്തിന്റെയും കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, സർവലോകത്തുമുള്ള സർവകാലത്തുമുള്ള സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവരായി അല്ലാഹു നിയോഗിച്ചയച്ച സർവാനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് കിതാബുർ റിസാലയുടെ തുടക്കത്തിൽ ചൊല്ലിയ സലാത്തിൽ പറഞ്ഞില്ലേ, ഫലം തുംസി ബിനാ നിഅമത്തുൻ ളഹറത് വബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എന്തെല്ലാം നന്മകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ, ഏതെല്ലാം വിഷമങ്ങൾ തടുക്കപ്പെട്ടു പോകുന്നുണ്ടോ, എല്ലാറ്റിനും കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൃഷ്ടാവ് ഏറ്റവും വലിയ കാരണക്കാരനായി നിശ്ചയിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അല്ലാഹു നൽകുന്നത് കൊണ്ട് ഗുണം ചെയ്യാനല്ലാതെ ഒരാൾക്കും സാധ്യമല്ലല്ലോ. എല്ലാ ഗുണങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന്. ആരെന്ത് ഗുണം ചെയ്താലും അത് നൽകുന്നവൻ അല്ലാഹു തന്നെ. ആകയാൽ അല്ലാഹുവിന്റെ ഗുണം അവന്റെ സ്വന്തമാണ്. മറ്റുള്ളവരാരിൽ എന്ത് കിട്ടിയാലും അത് അല്ലാഹു നൽകുന്നത് മാത്രമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹം വ്യത്യസ്തമാണ്. ഇനി നിങ്ങൾ കണ്ടില്ലേ, ഖുർആൻ അതല്ലേ പറഞ്ഞത്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഏത് സഹായം
ആരിൽ നിന്ന് ലഭിച്ചാലും ഉന്നതനും ഹകീമുമായ അല്ലാഹുവിങ്കൽ നിന്നാണ്. സഹോദരന്മാരെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്ന അനുഗ്രഹം അത് മാത്രമേ ആരിൽ നിന്നും കിട്ടുന്നുള്ളൂ. രണ്ടാമതായി നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിക്കൂ. അല്ലാഹു നമുക്ക് ഗുണം ചെയ്യുന്നത് അവൻ അങ്ങോട്ട് ഗുണം കിട്ടാനല്ല. ഏത് സൃഷ്ടികൾ നമുക്ക് നന്മ ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതും അവർക്ക് നന്മ കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ്. ഉദാഹരണത്തിന്, മാതാപിതാക്കൾ നമുക്ക് ഗുണം ചെയ്തു, നാം നമ്മുടെ സന്താനങ്ങൾക്ക് ഗുണം ചെയ്യുന്നു. എന്താണ് കാര്യം? ഞാൻ എന്റെ മക്കൾക്ക് ഗുണം ചെയ്യുന്നത് ആ മക്കൾ മുഖേന ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു എനിക്ക് ഗുണം തരാനാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഈ പ്രസംഗം മുഖേന എനിക്ക് അല്ലാഹു നന്മ ചെയ്യാനാണ്. നിങ്ങൾ ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം കിട്ടാനാണ്. ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകന്മാര് പ്രവർത്തിക്കുന്നത് അവർക്ക് നന്മ അല്ലാഹു നൽകാനാണ്. കൊടുക്കാൻ പാവപ്പെട്ട എനിക്ക് കഴിവില്ലല്ലോ, നിങ്ങൾക്ക് കഴിവില്ലല്ലോ. കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണല്ലോ. ആ അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടാൻ വേണ്ടി നാം പരിശ്രമിക്കുന്നു. അങ്ങനെ ഏത് ഗുണം നമ്മൾ ചെയ്യുമ്പോഴും അതിന് പകരം അല്ലാഹുവിങ്കൽ നിന്നെങ്കിലും കിട്ടണമെന്ന് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ അല്ലാഹു നമുക്ക് ഗുണം ചെയ്യുന്നതോ പകരം അവൻ ആരിൽ നിന്നും കിട്ടാനല്ല, പകരം ആരും അവന് കൊടുക്കാനല്ല, അവൻ അതിന്റെ ആവശ്യവുമില്ല. വനിയുൻ അനിൽ ആലമീൻ, സർവലോകത്തുമുള്ള സർവസൃഷ്ടികളിൽ നിന്നും ഐശ്വര്യമുള്ള രാജാവ്. ഒരു മനുഷ്യന്റെയും ഒന്നും അവൻ ആവശ്യമില്ല. ഈ പാവപ്പെട്ടവന്റെ പ്രസംഗം അല്ലാഹുവിന് ആവശ്യമില്ല, നിങ്ങളെ പ്രവർത്തനം അല്ലാഹുവിന് ആവശ്യമില്ല, നമ്മുടെ ഒരു അമലും അല്ലാഹുവിന് ആവശ്യമില്ല, നമ്മുടെ നോമ്പും നിസ്കാരവും അല്ലാഹുവിന് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ നിസ്കാരം നമ്മുടെ ആവശ്യത്തിനാണ്, നമ്മുടെ പ്രവർത്തനം നമ്മുടെ ആവശ്യത്തിനാണ്, എന്റെ പ്രസംഗം എന്റെ ആവശ്യത്തിനാണ്, നിങ്ങളെ സദസ്സ് നിങ്ങളെ ആവശ്യത്തിനാണ്. എല്ലാവർക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം വേണം. അല്ലാഹുവിന് ഒരാളിൽ നിന്നും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബ് ചെയ്യുന്ന ഗുണങ്ങൾ സൃഷ്ടികൾ ചെയ്യുന്ന ഗുണങ്ങൾ പോലെയല്ല, അവന്റേത് പൂർണ്ണമായി ഔദാര്യമാണ്. ഒരു ലക്ഷ്യവും ഇല്ലാതെ, അഥവാ എന്തെങ്കിലും ഇങ്ങോട്ടൊരു ഉപകാരം ലഭിക്കണമെന്ന ഉദ്ദേശമില്ലാതെ പൂർണ്ണമായ ഔദാര്യമാണ്. അങ്ങനെ ഔദാര്യം ചെയ്യുന്ന രാജാവിനെ സ്നേഹിക്കൽ അനിവാര്യമല്ലേ സഹോദരന്മാരെ? ഈമാൻ മനസ്സിലുള്ളവനാണോ? വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവന്റെ സ്നേഹം ഏറ്റവും കൂടുതലായി അല്ലാഹുവിനോടാണ്. ആ റബ്ബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അവന്റെ കാരുണ്യത്തിന്റെ പവർ ഒന്ന് നോക്കൂ നിങ്ങൾ. എന്തേ, ഞാൻ എന്റെ പെണ്ണ് ഞാൻ ഒരാൾക്ക് എഴുതാൻ കൊടുത്തു, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതാൻ തുടങ്ങിയാൽ എന്റെ പെണ്ണ് ഞാൻ തിരിച്ചു ചോദിക്കില്ലേ? ചോദിക്കട്ടെ സഹോദരന്മാരെ, നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് ഞാൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോകില്ലേ? അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പിടിച്ചിറക്കില്ലേ? ഇനിയും ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ നിങ്ങൾ ഇറങ്ങടാ, ഗെറ്റ് ഔട്ട് പറയില്ലേ? ഇത് സാധാരണ ഏത് ഗുണം ചെയ്യുന്നവന്റെയും സ്വഭാവമല്ലേ? എന്നാൽ ലോകത്തിന്റെ മുഴുവനും അധിപനായ രാജാവിന്റെ നയം നിങ്ങൾ കണ്ടോ? വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, നിങ്ങളുടെ നാഥൻ വല്ലാതെ പൊറുക്കുന്ന നാഥൻ, വല്ലാതെ മാപ്പ് ചെയ്യുന്ന രാജാവ്. ദുർ റഹ്മ, വല്ലാതെ അനുഗ്രഹം ചെയ്യുന്ന രാജാവ്. അവൻ കൊടുത്ത കണ്ണുകൊണ്ടതാ മനുഷ്യൻ ഹറാമിലേക്ക് നോക്കുന്നു, അവൻ കൊടുത്ത കാതുകൊണ്ടതാ മനുഷ്യൻ ഹറാമ് കേൾക്കുന്നു, മനുഷ്യൻ ഹറാം അവൻ കൊടുത്ത നാവ് കൊണ്ട് സംസാരിക്കുന്നു, അവൻ കൊടുത്ത വയറ്റിൽ ഹറാമ് കഴിക്കുന്നു, അവൻ കൊടുത്ത മനസ്സിൽ ഹറാമ് ചിന്തിക്കുന്നു,
അവൻ കൊടുത്ത കൈ കൊണ്ട് ഹറാമ് പിടിക്കുന്നു, അവൻ കൊടുത്ത കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കുന്നു, അവൻ കൊടുത്ത അവയവങ്ങൾ ഓരോന്നും അതാ മനുഷ്യൻ അവൻ ഹറാമാക്കിയ അവൻ ഇഷ്ടപ്പെടാത്തതിൽ ചെലവഴിക്കുന്നു. അവനത് കാണുന്നുണ്ട്, അവനതറിയുന്നുണ്ട്, അവന്റെ മലക്കുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട്. അതേ, അവൻ രഹസ്യമറിയുന്നുണ്ട്, പരസ്യമറിയുന്നുണ്ട്, മനസ്സിന്റെ ഉള്ളിലെ വിചാരങ്ങൾ അറിയുന്നുണ്ട്. ഓ മനുഷ്യ, പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗകന്റെ മനസ്സിൽ അഹങ്കാരം വരുന്നുണ്ടോ? ആ രാജാവ് അറിയുന്നുണ്ട്. കേൾക്കുന്നവന്റെ മനസ്സിൽ ദുരുദ്ദേശമുണ്ടോ? ആ രാജാവ് അറിയുന്നുണ്ട്. ഏത് ചലനം നടത്തുമ്പോഴും എല്ലാം അറിയുന്ന രാജാവ്, ആ രാജാവ് മനുഷ്യന്റെ മനസ്സും ശരീരവും പ്രവർത്തനങ്ങളും രാത്രിയും പകലും ഒരുപോലെ അറിയുന്ന രാജാവ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് തൂങ്ങി ഉറക്കമില്ല. അവൻ നന്നായി കിടന്നുറങ്ങുന്നത് കൊണ്ടാണോ? അല്ല. വലാ നൗം, അവന് തീരെ ഉറക്കം ഇല്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, സർവ്വ ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും എല്ലാ സസ്യങ്ങളെയും മത്സ്യങ്ങളെയും എല്ലാ മനുഷ്യരെയും മലക്കുകളെയും ജിന്നുകളെയും അവനതാ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഉറുമ്പുകൾക്കും അവൻ സംരക്ഷണം നൽകുന്നു. ആനകളെയും അവൻ തന്നെ പോറ്റി വളർത്തുന്നു. എല്ലാ ജീവജാലങ്ങളെയും അവൻ തന്നെ പോറ്റി വളർത്തുന്നു. ആ രാജാവ് ഒന്നും അറിയാത്തതില്ല. ആ രാജാവ് ഞാനും നിങ്ങളും ചെയ്യുന്ന തെറ്റുകൾ അവൻ അറിയുന്നു. ഏത് നടപടിയും സ്വീകരിക്കാൻ അധികാരമുണ്ടായിട്ടും സുബ്ഹാനല്ലാഹ്, അവന്റെ അധികാരം അവൻ പ്രവർത്തിക്കുന്നില്ല. അവനതാ ദയ ചെയ്യുകയാണ്, മാപ്പ് ചെയ്യുകയാണ്. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ, വല്ലാതെ മാപ്പ്